നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു കാടാക്കാന്ന് ഓർത്താണ് ഇങ്ങനെ ചെയ്തത്. പക്ഷെ ഇവിടെ ഇപ്പം വലിയൊരു കാടായി മാറിയാക്കിയാണെന്ന് വെച്ചാൽ ഈ കോവലിൻ്റെ വള്ളിയൊക്കെ ഇവിടെ വന്ന് പടർന്നിട്ട് വേപ്പുമ വന്ന് പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുരുമുളക് വന്ന് പിടിച്ചിട്ടുണ്ട്. ആകെ ഒരു കാടിൻ്റെ അന്തരീക്ഷമാണ്. അപ്പോൾ ഇന്ന് ഇതൊന്ന് വൃത്തിയാക്കി ഇടാന്ന് ഓർത്താണെന്ന് വെച്ചാൽ കുരുമുളകൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇതൊന്ന് വൃത്തിയാക്കി ഇടണമല്ല. അതുപോലെ വേപ്പില നമുക്ക് എടുക്കാൻ പറ്റാനില്ല. വേപ്പിലമ്മയും പുളിയുറുമ്പിൻ്റെ കൂടും ഒക്കെ കൂടി ആയിട്ട് കിടക്കണം. അപ്പോൾ ചേട്ടന് ഇത് വെട്ടാമെന്നും പറഞ്ഞിരിക്കുകയാണ്. ഒക്കെ കൂടി പെണ്ണഞ്ഞ് കിടക്കുകയാണല്ലേ. പുളിയുറുമ്പുണ്ട്, വെട്ടാനും പാടാണ്ട. പുളിയുറുമ്പിൻ്റെ കൂട് ഇന്ന് പക്ഷെ രാവിലെ ഇവിടെ മരം കുത്തി വന്നുണ്ടേ കിളി. അത് വന്നിട്ട് ഈ പുളിയുറുമ്പിനെ തിന്നണ്ടായിരുന്നു. നമ്മൾ കണ്ടില്ലേ ഇന്ന് രാവിലെ 4 മരം കുത്തി. പുളിയുറുമ്പ് കൂട് പൊട്ടിച്ച് വന്നിട്ടുണ്ട്. വലിയ കൂട് വേപ്പിൻ്റെ ഈ തുമ്പിലൊക്കെ പുളിയുറുമ്പ് വെട്ടാൻ സമ്മതിക്കുമെന്ന് അറിയില്ല. ഇവിടെയും വെട്ടിയിട് എന്നിട്ട് പിന്നെ പൊയ്ക്കോളുമല്ലോ, വലിച്ചു കളഞ്ഞാൽ മതിയല്ല. ഒരു കാക്ക നമുക്കിപ്പോൾ എപ്പോഴും അതെ വീഡിയോ എടുക്കുമ്പോൾ വന്നുകൊണ്ട് കാക്ക ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ഏരിയയിലുള്ള കാക്കയാണെന്ന് തോന്നണത് അല്ലേ. കാക്കക്കും നമുക്ക് ഒരേ വീട് പോലെ കാക്കക്കും ഒരേ ഏരിയ ഉണ്ടെന്ന് തോന്നണം. കാക്കക്ക് ഭയങ്കര നിർബന്ധമാണ്. ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ വന്ന് ഇങ്ങനെ കാക്ക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. നമുക്ക് വെട്ടാൻ പറ്റിയ കണ്ടീഷനല്ല ഇത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു തെങ്ങിൻ്റെ തൈ ഉണ്ടെന്ന് തോന്നല്ലേ. എല്ലാം കൂടി ഒരു ഇത്തിരിയുള്ള സ്ഥലത്താണ് കേട്ടോ അതല്ലേ. ഇവിടെ നമുക്കൊരു വാഴ കൊലച്ചിട്ടുണ്ട്, ഏത്ത വാഴ. അതിൻ്റെ കുടപ്പനെടുക്കണം. പണിയുണ്ട്. അപ്പം ഞാൻ വെട്ടിക്കൊണ്ടിരിക്കാമല്ലോ. എൻ്റെ ഒന്ന് കത്തിരി വാങ്ങിച്ചിട്ട് താഴത്തേക്ക് വെട്ടാൻ പോകുന്നുണ്ട്. ഒരാൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുരുമുളകിൻ്റെ അത് വെട്ടില്ല കേട്ടോ. കുരുമുളകിൻ്റെ വളർച്ചയും തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് കോവലിൻ്റെ. ഈ കോവൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. കോവൽ കൂടുതൽ അങ്ങോട്ട് പടരും. ആ പിന്നെ ഇടയ്ക്ക് പോണാക്കാണ് കളഞ്ഞു. കോവൽ നമ്മൾ പന്തലിട്ട് അവിടെ വളർത്തിയിട്ടുണ്ടല്ലോ. പിന്നെ ഇവിടെയും കാട് പിടിക്കേണ്ട കാര്യമില്ല അല്ലേ. കുരുമുളകിൻ്റെ വള്ളി അവിടെ നിലത്ത് വേരിറങ്ങിയിട്ടുണ്ടല്ലേ. കാട് പിടിച്ചാൽ വെട്ടിക്കളയാൻ നിർത്തിയില്ല. കുരുമുളകിൻ്റെ വേര് മണ്ണിൽ പോയി വേര് പിടിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നടണം. നമുക്ക് ഇതിൽ ഇഷ്ടം പോലെ വേര് പിടിച്ച കുരുമുളകുണ്ട്. പക്ഷേ എടുക്കണില്ല കുറേ ഒന്നും. നട്ടുപിടിപ്പിച്ചാലൊക്കെ പിടിക്കുന്ന ടൈപ്പ് ഉണ്ട്. ഒരു സമയത്ത് ഇതിനു വേണ്ടി നോക്കിയെടുത്തിരുന്നല്ലേ. നമ്മൾ പഞ്ചായത്തിലൊക്കെ വെച്ചതല്ലേ കുരുമുളകിൻ്റെ തൈക്കുണ്ട്. അങ്ങനെ കൊണ്ട് 2-3 എണ്ണം വച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ വേരുമേന്ന് അതൊക്കെ ഉണ്ടാവും. കട്ട് ചെയ്തിന് നടാനായിട്ടുള്ള പാത്രമൊക്കെ റെഡിയാക്കണ്ടേ. പിന്നെ ഇവിടെ നമ്മുടെ അടുത്തൊരു മലമ്പാമ്പിനെ കണ്ടെന്നും പറയുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ കയറാറില്ല, ഇതിൻ്റെ അകത്തോട്ട് കയറാറില്ല ശരിക്കും പറഞ്ഞാൽ. കുരുമുളക് പിന്നെ അധികം നോട്ടവും വേണ്ടല്ലോ, കാരണം നമ്മൾ ഇങ്ങോട്ട് കയറല്ല. പക്ഷേ കുരുമുളക് തന്നെ ഇത് വള്ളിയായിട്ട് വന്ന് പിടിച്ച് ഇപ്പോൾ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കടന്ന് ഒതുങ്ങി. എനിക്ക് തോന്നുന്നത് ഈ കപ്പത്തൈയൊക്കെ എല്ലാവരും വേണ്ട, 1-2 ഒക്കെ മതി. ഒക്കെ പറിച്ചളയായിരുന്നു. പറിച്ചളയട്ടെ ഈ കപ്പത്തൈയൊക്കെ. പേട്ടയൊക്കെ കളാം. അതാ കട വെച്ച് ഞങ്ങൾ പറിച്ച് അത് കളഞ്ഞു. ഏതുമ്മേണ് കപ്പങ്ങ ഉണ്ടാവണേന്ന് അറിയില്ല. എന്നാലും നമുക്കേ കാടാവണം. ആ 2 എണ്ണം നിന്നോട്ടെ. 2നും അതിന് തണ്ടിന് വലിയ പക്ഷേ അല്ലേ. ആ വേപ്പൊക്കെ വെട്ടിക്കളയണമെന്ന് വെച്ചാലേ പുളിയുറുമ്പ് മുണക്കയിലേ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ടിക്കണം. നിറച്ച് മുളച്ചിട്ടുണ്ട് വേപ്പ് കൂടെ ഇവിടെയൊക്കെ. അല്ല 1-2 നല്ല വേപ്പുങ്ങൾ എടുത്തോ എന്ന് വെച്ചാൽ നമ്മൾക്ക് എടുത്ത് വെക്കാം കുറച്ച്.
പുളിയുറുമ്പായ കാരണം ഇതിൻ്റെ അകത്തോട്ട് കയറാറില്ല. ഈ കുരുമുളക് പിടിപ്പിച്ച പോലെ തന്നെയാണ് ഈ വേപ്പും ഒരു അന്നും കുറേ നാൾ മുമ്പ് ആ പിടിക്കാതിരുന്നിട്ട് ആറ്റുനോറ്റുണ്ടാക്കിയ സംഗതികളാണ് ഇതൊക്കെ. ഇപ്പം ഞങ്ങൾ രണ്ടുപേരുടെയും മേത്ത് നിറച്ച് പുളിയുറുമ്പാണ് കേട്ടോ, എടുത്ത് കളഞ്ഞിപ്പം. അതെ, കുടപ്പൻ എടുക്കാൻ പോകണം. അതിന് മുമ്പ് ഇതാ അവിടെയും പുളിയുറുമ്പിൻ്റെ കൂടാണ്. കുടപ്പൻ എടുക്കാൻ പോയണോ? നോക്കിയെടുക്ക്. ശരി ആ അപ്പം ഇന്നത്തെ ഒരു വിളവെടുപ്പ് പോയിട്ടാ കുടപ്പൻ. നല്ല പേപ്പറിനെ കിട്ടിയിട്ടാക്കണത്. പിന്നെ ഒരു കുടപ്പനെ കിട്ടിയിട്ടുണ്ട്. ഏത്തവാഴയുടെ കുടപ്പനാണ്, അപ്പോൾ നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ ബാക്ക് സൈഡിലുള്ള ചെമ്പരത്തി പൂവാണ് തോന്നുന്നു. പിന്നെ ഇത് ഈ ചെമ്പരത്തി പൂവ്, ഇത് ചെമ്പരത്തിയാണ്. ഇതിങ്ങനെ മുകളിലോട്ട് കാട് പിടിച്ചിട്ട് പോകണം. അപ്പോൾ ഇതും ഇന്ന് വെട്ടിക്കളയാൻ ഓർത്താണ്. പിന്നെ ഇത് ആളുടെ വെട്ടിക്കളയാൻ പോയിരുന്നത് എന്ത് സാധനം കാട് പിടിച്ച് കഴിഞ്ഞാൽ വൃത്തികേടായിരിക്കുള്ളത്. എന്നുവെച്ചാൽ ഇവിടെ വെയിൽ കിട്ടണില്ല. ഈ തെങ്ങൊക്കെ നിൽക്കണതാണ് ഇവിടെ വെയിൽ കിട്ടാനുള്ളതാണ്. നമ്മൾ പൂവ് ഉണ്ടാവണില്ല. ചെമ്പരത്തി കൊമ്പൊക്കെ വെട്ടിക്കഴിഞ്ഞ് ഒരു പണി കഴിഞ്ഞ്. പിന്നെ എനിക്ക് ഇന്നലെ ഒരു ചേച്ചി, ഞങ്ങളുടെ കടയുടെ ഇപ്പുറത്തെ ചേച്ചി ഒരു താമരയുടെ ട്യൂബർ തന്നിട്ടുണ്ട് കണ്ട. ഇന്നലെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ എനിക്ക് നടാൻ നേരം ഉണ്ടായില്ല. അങ്ങനെ ഇന്നലെ ഇത് വെള്ളത്തിലിട്ട് വെച്ചാക്കിയിരുന്നു. ചെറിയൊരു ചെനപ്പൊക്കെ വന്നിട്ടുണ്ട്. രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ആളോട് ഞാൻ കുറേ നാളെ ചോദിക്കണമെങ്കിൽ തരുമെന്ന്. അങ്ങനെ ഇന്നലെ കൊണ്ട് തന്നതാണ്. മഞ്ഞയാണെന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ. അതിൽ ഇപ്പം മേലെ മണ്ണാണ് കിടക്കുന്നത്. അടിയിൽ ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് അതിൻ്റെ മേലെ മണ്ണിട്ടാക്കനെയാണ്. ഇനി ഇത് നടണ എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് കറക്റ്റ് അറിയില്ലട്ടെ. ഞങ്ങൾ പല വീഡിയോകളും നോക്കിയിട്ടാണ് നടാനായിട്ട് ഉദ്ദേശിക്കണം. അപ്പോൾ ഇത് നടുന്നതിന് മുൻപായിട്ട് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് മണ്ണ് നനഞ്ഞതിന് ശേഷം അതിലോട്ട് നടുന്നതായിട്ടാണ് കണ്ടാക്കണം. അപ്പോൾ ആ രീതിയിൽ ചെയ്യാമെന്ന് വിചാരിക്കണം. അതിന് ശേഷം അത് മണ്ണിളകാത്ത രീതിയിൽ വെള്ളം നിറക്കും. അങ്ങനെ തന്നെ ചെയ്ത് നോക്കാം. ഇനി വെള്ളം ഒഴിക്കാൻ വേണ്ട, മണ്ണിളകാതിരിക്കാനാണ് ഒരു ഷീറ്റിൻ്റെ ഇത് വെച്ചാക്കുന്നത്. ഒഴിച്ചു പതുക്കെ ഒഴിച്ച്. അപ്പോൾ അത് ഷീറ്റിനുള്ളിൽ പോകും. അപ്പോൾ നമുക്ക് വെള്ളം കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഇനി ചെയ്യാൻ പോണതേ നടാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാക്കാം. ഇതിലോട്ട് ഇറക്കി വെച്ചോ, ട്യൂബർ ഇറക്കി വെച്ചോ. അപ്പോൾ ഈ ഇതിലോട്ട് വെച്ചോ, ഇതിൽ വെച്ചോ. അങ്ങനെ വെച്ചാൽ എന്നിട്ട് ചെനപ്പ് മുകളിലോട്ട് നിൽക്കാവുന്ന രീതിയിലേ. ഇനി കുറച്ച് മണ്ണിട്ടാൽ മതി. അപ്പം ഇങ്ങനെയാണ് നടന്നൊക്കെ ഉണ്ടാക്കണത്. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യണം. വെള്ളം നിറക്കുമ്പോൾ ഇത് കലങ്ങി പോകാത്ത രീതിയിൽ അതിനുവേണ്ടിയാണ് ഷീറ്റ് വെക്കണം. ഷീറ്റിലോട്ടാണ് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചു. വെള്ളം കുറച്ചും കൂടി എടുത്തുണ്ടോ. വെള്ളം അത് മുങ്ങി നിൽക്കാവുന്ന രീതിയിലാണ് വെള്ളം ഒഴിക്കണത്. ഒഴിച്ചോ വെള്ളം ഒഴിച്ചോ. അത് ഒഴിച്ചു ഫുള്ള് ഒഴിച്ചു. ആ വെള്ളം മുഴുവൻ ഒഴിച്ചു. അപ്പോൾ നടൽ കഴിഞ്ഞു. ഇനി ഈ വെള്ളം പിന്നീട് ഫില്ല് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഈ വെള്ളം മതി. അപ്പോൾ ട്യൂബറിൻ്റെ ടിപ്പാണ് മുകളിലേക്ക് നിൽക്കുന്നത്. അപ്പോൾ മൂടി നിൽക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നടൽ കഴിഞ്ഞേക്കാണ്. ഇനിയിപ്പോൾ ഇവിടെ തന്നെ ഇരിക്കട്ടെ ഇത്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ അത് ഒരാൾ വേറൊരു പണിയിലേക്ക് കടന്നിട്ടുണ്ട്. ഇന്നത്തെ കറിക്കുള്ള വിഭവമാണ് വറ്റ. ഇവിടെ അമ്പോ അതുണ്ടല്ല എത്രണ്ട് 3 വറ്റയുണ്ട്. അപ്പോൾ ഇന്നത്തെ
കറിക്കുള്ളതാണ്. ഫ്രഷ് വറ്റയാണ്, നമ്മൾ വളർത്തണ വറ്റയായിരുന്നു, അത് പിടിച്ചതാണ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. താങ്ക് യു.